ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇപ്പോൾ ഏതാ കാട്ടിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ സ്ഥിരമായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വരുന്നൊരു പാറുണ്ടല്ലോ, മയിലാടി പാറ പറഞ്ഞിട്ട്, അങ്ങോട്ട് കാണിച്ചോളി. ഇത് പോർട്രേറ്റ് ആയതുകൊണ്ട് കാണാൻ സാധ്യതയല്ല. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴത്ത് ഒരു ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട്. അവിടെ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ പാറമേൽ നല്ല വെയിലാണ്. അവിടെ വെയിൽ പോകണമെങ്കിൽ എന്തായാലും ഒരു 5-5:30 ആവും. അപ്പോൾ തന്നെ എനിക്ക് ജിമ്മിൽ പോകണം. പിന്നെ വീഡിയോസൊക്കെ ആ സമയത്ത് എടുത്താൽ പിന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ കുറേ സമയം എടുക്കുമല്ലേ. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ അങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് നേരത്തെ അങ്ങോട്ട് വന്നിട്ട് നമ്മൾ ഈ തണലുള്ള അവിടുന്ന് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടും കുഴപ്പമൊന്നുമില്ല. ഞാൻ പോർട്രേറ്റിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കാണലുണ്ടാവില്ല. ഫോൺ ലോക്കായി, കുഴപ്പമില്ല. ഓൻ്റെ ഫോണിലേക്കാണ് ഞാൻ ക്വസ്റ്റ്യൻസൊക്കെ അയച്ചത്. അതാകുമ്പോൾ എനിക്ക് നോക്കി വായിക്കാമല്ലോ എന്ന്. പിന്നെ നോക്കി വായിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾമോസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് സെയിം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊന്നും നോക്കി വായിക്കേണ്ട ആവശ്യമില്ല. എന്നാലും പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടു പോയാൽ, ഇൻ കേസ് വിട്ടു പോകാനൊക്കെ നോക്കാലോ വെച്ചിട്ടാണ് അവൻ്റെ ഫോൺ എടുത്തത്. പിന്നെ എൻ്റെ ക്യാമറമാൻ എന്ന് പറയുന്നത് വിനു CJ ആണ്. എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവനെക്കൊണ്ടാണ് വീഡിയോ എടുപ്പിക്കുന്നത്. മേ ബി ഈ വീഡിയോ ഒരു 30 മിനിറ്റൊക്കെ പോവുകയാണെങ്കിൽ അത്രയും സമയം നീ ഫോണ് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും. നമുക്ക് എടുക്കൊരു ബ്രേക്കൊക്കെ ഇടാം, കുഴപ്പമില്ല. ഞാൻ ആദ്യം വെച്ച് ട്രൈപ്പോഡ് കൊണ്ടുവന്നിട്ട് അതിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന്. പിന്നെ എനിക്ക് തോന്നി അതിനെക്കാട്ട് ബെറ്റർ അവനെക്കൊണ്ട് വീഡിയോ എടുപ്പിക്കുകയാണെങ്കിൽ ഇൻ കേസ് വീഡിയോ കട്ടാവുകയാണെങ്കിലൊക്കെ മനസ്സിലാവുമല്ലോ. ചിലപ്പോൾ കോൾ വരുമ്പോൾ കട്ടാവും, അതല്ലെങ്കിൽ സ്റ്റോറേജ് ഫുള്ളാവുകയാണെങ്കിലൊക്കെ കട്ടായി പോകും. അപ്പോൾ ഞാനതൊന്നും അറിയാണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ വീണ്ടും റീടേക്ക് എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ Q&A ചെയ്യാൻ പോകുന്നത്. ഞാൻ 50K ആകുമ്പോൾ Q&A ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ അടുക്ക് എന്നോട് ആരോ പറഞ്ഞ് Q&A ചെയ്തുകൂടെ എന്ന്. ആ സമയത്ത് വിചാരിച്ച് 50K ആവുന്ന സമയത്ത് Q&A ചെയ്യാമെന്ന്. പക്ഷേ ഭയങ്കര പെട്ടെന്ന് 50K ആയിട്ടോ. ഇന്നലെ ഒരു 3 സംതിങ് എന്തോ ആയപ്പോൾ ഞാൻ നോക്കുമ്പോൾ 50K ആവാനായിന്. അപ്പോൾ ഞങ്ങൾ റിഫ്രഷ് ചെയ്തുകൊണ്ട് അങ്ങനെ 50K ആയ ഓൺ ദ സ്പോട്ട് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത്. പിന്നെ രാത്രി ആയപ്പോഴത്തേന് 51K ആയി. ഇപ്പോൾ ഞാൻ വരാൻ നേരത്ത് നോക്കുമ്പോൾ 52K ആയി. 2000 ഫോളോവേഴ്സ് ഇന്നായിട്ട് പെട്ടെന്ന് എന്താ അറിയില്ല, പെട്ടെന്ന് അങ്ങോട്ട് കയറി. അപ്പോൾ ഫോളോ ചെയ്ത് എല്ലാവർക്കും താങ്ക്സ്. ഇതിൻ്റെ അടുക്ക് കുറച്ച് നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായി. ഇവൻ ഉഡായിഫാണ്, ഇവൻ എല്ലാവരും അൺഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ കമൻറ്റ്സിനൊക്കെ കുറേ ലൈക്സ് കിട്ടിയപ്പോൾ എനിക്ക് കുറച്ച് ഉള്ളിൽ ടെൻഷൻ ഉണ്ടായി. ഇനി കുറേ ആൾക്കാരിനെ അൺഫോളോ ചെയ്ത് പോവുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്പോഴും ഇന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എനിക്ക് ചില വീഡിയോസിനൊക്കെ ഭയങ്കര നെഗറ്റീവ് കമൻറ്റ്സ് വരലുണ്ട്. അപ്പോഴും കുറേ പോസിറ്റീവ് കമൻറ്റ്സ് ഉണ്ടാവലുണ്ട്. കുറേ അല്ലെങ്കിൽ കുറച്ച് പോസിറ്റീവ് കമൻറ്റ്സ് ഉണ്ടാവലുണ്ട്. സാരല്ല, പോട്ടെ ബ്രോ, അല്ലെങ്കിൽ ഫുൾ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവരോടൊക്കെ ഒരുപാട് താങ്ക്സ്. ഇനി ഞാൻ ഒരുപാട് സംസാരിച്ച് ഇൻട്രോ ഒന്നും കിട്ടുന്നില്ല. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. മെയിനായിട്ട് കുറേ ആൾക്കാർ ചോദിച്ച ക്വസ്റ്റ്യൻസ് എൻ്റെ ശരിക്കുള്ള പേര്, ഏജ്, അതുപോലെ സ്ഥലം, അതുപോലെ തന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, പിന്നെ എഡ്യൂക്കേഷൻ. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ചോദിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അത് ഞാൻ ആൻസർ പറയാം. സത്യം പറഞ്ഞെങ്കിൽ എൻ്റെ പേര് പറയാൻ ഒരു താല്പര്യമില്ല. ഒരു വൃത്തികെട്ട പേരാണ്, ഒരു പഴയ പേരാണ്. ഞാൻ തന്നെ എൻ്റെ വീട്ടുകാരോട് എടുക്കൽ ചോദിക്കും, നിങ്ങൾക്ക് വേറെ ലോകത്ത് ഒരു പേരും കിട്ടിയില്ല ഇടാൻ വേണ്ടിയിട്ട്, ഈ വൃത്തികെട്ട പേര് മാത്രമാണോ കിട്ടിയതെന്ന്. സത്യം പറഞ്ഞാൽ അവർ വേറൊരു പേരായി പ്ലാൻ ചെയ്തത്. എൻ്റെ അമ്മ വേറെ പേര് പ്ലാൻ ചെയ്തത്, പക്ഷേ എൻ്റെ ഫാദർ പോയിട്ടത് വേറൊരു പേര്. അപ്പോൾ എനിക്ക് സത്യം എൻ്റെ പേര് ഇഷ്ടമല്ല. ഞാൻ പലയിടത്തും എൻ്റെ ഇപ്പോഴത്തെ പേരുണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഉള്ള ഷംസി എന്നുള്ള പേരാണ് എല്ലാവരോടും പറയലില്ല. ശരിക്കുള്ള പേര് ഞാൻ ആരോടും പറയലില്ല, കാരണം എനിക്കെന്തോ ആ പേര് ഇഷ്ടമല്ല. എൻ്റെ അടുത്ത് ജ്യൂസ് കുടിക്കാനൊക്കെ വരുമ്പോൾ ഈ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ നമ്മൾ ഒറിജിനൽ പേരാണല്ലോ അതിൽ കാണിക്കുക. അപ്പോൾ ചിലരിങ്ങനെ, അപ്പോൾ ശരിക്കും പേര് ഇതാണോ, അപ്പോൾ ഇൻസ്റ്റാഗ്രാം വേറെ പേരാണല്ലോ കണ്ടതെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, ഇതാണ് ശരിക്കുള്ള പേര്, ഇൻസ്റ്റാഗ്രാമിലെ പേര് പക്ഷേ നിങ്ങൾ വിളിച്ചാൽ മതി എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ പേരാണ് കാണുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങൾ എന്നെ എവിടെയെങ്കിലും പുറത്ത് വെച്ച് കാണുകയാണെങ്കിലും ഷംസി എന്നാക്കി വിളിക്കുക. പക്ഷേ എന്നെ പണ്ട് മുതൽ അറിയുന്നവർക്കൊക്കെ എന്തായാലും ഞാൻ ഷംസിന്ന് ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ പേരിട്ടാലും, ഇനിയിപ്പോൾ എൻ്റെ പേരിൽ ഫ്യൂച്ചറിൽ ഞാൻ സർട്ടിഫിക്കറ്റിലൊക്കെ മാറിയാലും അവരെൻ്റെ ഒറിജിനൽ പേരാക്കി വിളിക്കുക. നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് എൻ്റെ ഒറിജിനൽ പേരാൻ പറയാം. എൻ്റെ പേര് ഷംസു എന്നാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നെ ഷംസി എന്ന് വിളിക്കൽ. അപ്പോൾ അവനിങ്ങനെ ഷംസു എന്നുള്ളത് ആ 2 ലാസ്റ്റ് അക്ഷരം മാറ്റിയിട്ട് ഷംസി എന്ന് മോഡേൺ ആക്കി വിളിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നി ആ പേര് കൊള്ളാലോ എന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഈ ഷംസി എന്നുള്ള പേരിട്ട്. അതിന് മുമ്പ് ഞാൻ എൻ്റെ ഒറിജിനൽ പേര് തന്നെയും ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിയത്. പക്ഷേ പിന്നെ എനിക്ക് തോന്നി അതിനെക്കാട്ട് ബെറ്റർ ഈ ഷംസി എന്നുള്ള പേരാണെന്ന്. അങ്ങനെ ഷംസി, പിന്നെ ഷംസുവിൻ്റെ ഷാ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഷംസി ഷാ എന്നങ്ങനെ ഇട്ട്. ഇനി നിങ്ങൾ ആരും ഒറിജിനൽ പേര് വിളിക്കരുത്, ഈ ഷംസി എന്നുള്ള പേരെന്നെ വിളിച്ചാൽ മതി. എനിക്ക് ആ പേരാണ് ഇഷ്ടം. അപ്പോൾ പേരിൻ്റെ കാര്യത്തിൽ തീരുമാനമല്ലോ. പിന്നെ ഏജ്, അടുത്ത മാസം June 1 എൻ്റെ ബർത്ത്ഡേ ആണ്. ഞാനെപ്പോഴും ബർത്ത്ഡേ അറിയുമ്പോൾ ബർത്ത്ഡേ എന്ന് പറയരുത്, ബർത്ത്ഡേ എന്ന് പറയും. അപ്പോൾ June 1 ബർത്ത്ഡേ ആയതുകൊണ്ട് അന്ന് എന്തായാലും ഞാൻ എൻ്റെ ഏജ് റിവീൽ ചെയ്യും.
റിവീൽ ചെയ്യാൻ കാരണമുണ്ട്. ഈ ബർത്ത്ഡേ കുറച്ച് സ്പെഷ്യലാണ്. അതുകൊണ്ട് അന്ന് എന്തായാലും എൻ്റെ ഏജ് എൻ്റെ ഏജ് എത്ര എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്തായാലും റീലും അതുപോലെ ഷോർട്സൊക്കെ ഇടല്ലോ, അപ്പോൾ നിങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ഏജ് പറയുന്നില്ല. അടുത്ത മാസം ജൂൺ 1 വെയിറ്റ് ചെയ്ത് നിൽക്കുക. പിന്നെ എഡ്യൂക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ +2 കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ കോഴ്സാണ് പഠിച്ചത്. മാസ്റ്റേഴ്സ് ഇൻ ഫിലിം എഡിറ്റിങ്. നമ്മൾ വീഡിയോസ് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യുക, അതുപോലെ നമ്മൾ മൂവീസൊക്കെ എഡിറ്റ് ചെയ്യാൻ പഠിക്കുമല്ലോ. കട്ട് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിലാണ് മൂവീസൊക്കെ എഡിറ്റ് ചെയ്യുക. അങ്ങനത്തെ എഡിറ്റിങ് പഠിച്ചു. ആ സമയത്ത് വെച്ച് എഡിറ്റിങ് പഠിച്ച് ഞാൻ സിനിമയിലൊക്കെ കയറി നല്ലൊരു എഡിറ്റർ ആവുന്നൊക്കെ അന്ന് വിചാരിച്ചത്. പക്ഷേ എഡിറ്റിംഗ് പഠിച്ച് കഴിഞ്ഞിട്ട് നേരെ കയറിയത് സ്റ്റുഡിയോയിലാണ്. നമ്മൾ ഈ ഫോട്ടോസ് എടുക്കുന്ന സ്റ്റുഡിയോ ഉണ്ടല്ലോ, സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കുക, ആൽബംസ് എഡിറ്റ് ചെയ്യുക. എനിക്ക് സത്യം തന്നെ കുറേ അതിനൊപ്പം മടുത്ത്, ആ ഫീൽഡ് തന്നെ വെറുത്തുപോയി. പിന്നെ ഞാൻ ടീച്ചിങ്ങിന് പോയി, ജിടെക്കിൽ ടീച്ചറായിട്ട് കുറച്ച് കാലം പോയി. പിന്നെ എനിക്ക് എന്താ അറിയില്ല, ആ ഫീൽഡ് ഭയങ്കരമായിട്ട് വെറുത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഞാൻ സെയിൽസിലോട്ട് മാറി. സെയിൽസിൽ പറഞ്ഞ പോലെ രാവിലെ പോയാൽ രാത്രി 9-10 മണി വരെ നിൽക്കണം, സാലറി ഭയങ്കര കുറവ്. നമ്മൾ 1-2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ അവിടെ പോയി ഇത് ചെയ്യും അത് ചെയ്യും. അത്രയും സ്ട്രെസ്സായപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഡിഗ്രി എടുക്കാമെന്ന്. അപ്പോൾ തന്നെ എനിക്ക് ഏജ് 20-21 ആയിരുന്നു. അപ്പോൾ പിന്നെ ഇനി ഡിഗ്രി റെഗുലറായിട്ട് പോയി നടക്കില്ലല്ലോ, നമ്മൾ ഏൺ ചെയ്യുന്ന ടൈമല്ലേ. അങ്ങനെ ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് എടുത്ത് ഇഗ്നോയിലാണ് എടുത്തത്. കൊറോണ ആ സമയത്താണ് എടുത്തത്. അപ്പോൾ ഡിഗ്രി ഏതെടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് ഇൻ സോഷ്യൽ വർക്ക്, MSWൻ്റെ ഡിഗ്രിയാണ് എടുത്തത്. അങ്ങനെ ഡിഗ്രി 3 കൊല്ലം പഠിച്ചു. ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായി. പക്ഷേ ആ ഡിഗ്രി കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിച്ചാൽ ഒരു ഉപകാരം ഉണ്ടായില്ല. കുറച്ച് ഇൻ്റർവ്യൂസിനൊക്കെ പോയി, അത് ഈ പറഞ്ഞതുപോലെ വളണ്ടിയറായിട്ട് അങ്ങനെ ഫസ്റ്റ് കുറച്ച് മാസങ്ങൾ സാലറി ഉണ്ടാവില്ല, അല്ലെങ്കിൽ സാലറി ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര കുറവ്. എനിക്ക് തോന്നിയത് ശരിയാവില്ല എന്നതിൽ ഞാൻ പിന്നെ ലാസ്റ്റായിട്ട് ചെയ്തിരുന്ന ജോലി എന്ന് പറയുന്നത് ഡെലിവറി ജോബ്. ഫ്ലിപ്കാർട്ട്, മിൻട്ര അങ്ങനത്തെ ഒക്കെ സംഭവം ഉണ്ടല്ലോ, ഡെലിവറി ജോബാണ് ചെയ്തത്. അത് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്ത സമയത്താണ്, അങ്ങനെ മടുത്ത് പക്ഷെ എന്നാലും പോയിണ്ടായിരുന്നു. ആ സമയത്താണ് എന്തായും മസ്കാബണ്ണ് ഹിറ്റായത്. മസ്കാബൺ ഇതൊക്കെ ഇവിടുന്ന് വരുന്നു, ഞാൻ ഫ്രെയിം ഔട്ട് ആയില്ലല്ലോ. ആ സമയത്താണ് മസ്കാബണ്ണ് ഹിറ്റായത്. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ട് ചെയ്യാൻ തുടങ്ങിയല്ലോ. അപ്പോൾ ഞാൻ ചെന്നതിനെ മസ്കാബണ്ണ് ചെയ്താലോ വെച്ചിട്ട് ഞാനും എൻ്റെ സിസ്റ്ററും കൂടി അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യമൊക്കെ നല്ല ഹിറ്റായി പോയിക്കൊണ്ടിന്ന് കുറച്ച് ദിവസം കൊണ്ട് തന്നെ 10K ഒക്കെ ഞാൻ ഏൺ ചെയ്ത് പിന്നെ ആയപ്പോൾ ആരും വരാണ്ടായി. ആ ട്രെൻഡ് അവസാനിച്ച് എല്ലാവരും അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് റെഗുലറായിട്ട് ആരും വന്ന് വാങ്ങി കഴിക്കുന്ന സംഭവമല്ലല്ലോ. പിന്നെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് പിന്നെ ആരും വരാണ്ടായപ്പോൾ അങ്ങനെ അത് പൊട്ടിപ്പാളീസായി. ഒരു 1 മന്തൊക്കെ മുന്നോട്ട് പോയല്ലോ. പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് എന്നാൽ ഇതേ ലെവൽ തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ ഈ മസ്കാബണ്ണ് ട്രെൻഡ് ആയപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ റോഡ് സൈഡിൽ വെച്ചിട്ട് ജ്വല്ലറി വിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ട്രെൻഡ് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ജ്യൂസ് എന്നുള്ള സംഭവം മൈൻഡിൽ വന്നത്. അത് എവിടുന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ സത്യമാണ് എനിക്ക് ഓർമ്മയില്ല. എന്നാലും ജ്യൂസ് കച്ചവടം ചെയ്താലോ, അതാകുമ്പോൾ രാവിലെയൊക്കെ എല്ലാവർക്കും നല്ല ദാഹിക്കല്ലോ, ഒരു ഉച്ച സമയത്തൊക്കെ ആകുമ്പോൾ എല്ലാവരും എന്തായാലും ജ്യൂസ് വാങ്ങാൻ മതി എന്നൊരു ഐഡിയ തോന്നി. അങ്ങനെയാണ് ഈ ഒരു കച്ചവടത്തിലോട്ട് കടന്നത്. ഞാൻ ഇപ്പം എന്തിനാണ് ഈ കാര്യം പറഞ്ഞത്, എന്ത് പറഞ്ഞപ്പോഴാണ് ഈ കാര്യത്തിലോട്ട് കിടന്നത്? എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഈ ജ്യൂസ് കച്ചവടത്തിലോട്ട് കിടക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ എഡ്യൂക്കേഷൻ കാര്യം എന്ന് പറയുന്നത്. ഞാൻ ബാക്ക് ടു ഈ 9 to 5 ജോബിന് പോകുമെന്ന് വെച്ചാൽ ഒരിക്കലും പോകില്ല, എന്നെ കൊന്നാലും പോകില്ല. എനിക്ക് ഇനി ഒരാളെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. ഇനി സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നല്ലാണ്ട് ഇനി ഒരിക്കലും 9 to 5 ജോബിനോ അല്ലെങ്കിൽ ഞാൻ പഠിച്ച ജോബിനോ പോകാൻ സാധ്യതയില്ല, 1% പോലും ഇല്ല. അപ്പോൾ അതാണ്. ഇനിയിപ്പോൾ എൻ്റെ ഫാമിലിയിൽ ആരൊക്കെ ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫാമിലിയിൽ എൻ്റെ മദർ, ഫാദർ, 2 സിസ്റ്ററാണുള്ളത്. അവർ മാരീഡാണ്. പിന്നെ ഞാനാണുള്ളത്. ഞങ്ങൾ ടോട്ടൽ 5 മെമ്പേഴ്സ്. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ടേക്ക് മാറി. ഇനി അടുത്ത ടോപ്പിക്ക് പറയുമ്പോൾ അടുത്ത ലൊക്കേഷനിലോട്ട് മാറി വെച്ച് പിന്നെ അവിടെ കുറച്ച് വെയിൽ വരുന്നുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് എല്ലാവരും കോമൺ ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. ഞാൻ ആരുടെയും പേര് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടല്ല ക്വസ്റ്റ്യൻ പറയുന്നത്, കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഓരോ വായിച്ച ക്വസ്റ്റ്യനെ വീണ്ടും വായിക്കേണ്ടി വരും. ഓരോരുത്തർ ചോദിച്ച ക്വസ്റ്റ്യൻസ് സ്ക്രീനിൽ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പേര് പറഞ്ഞില്ല എന്നാണ് ചിലർ ഇനി പരാതി പറയും. ചിലർ പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ സ്ക്രീനിൽ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാം. അടുത്ത കോമൺ ആയിട്ട് എല്ലാവരും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കച്ചവടത്തിനെ കുറിച്ചാണ്. എത്ര ചിലവാക്കിയിട്ടുണ്ട് ഞാൻ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഒരു ദിവസം എത്ര രൂപ കിട്ടും, പിന്നെന്താ ഇത് മുന്നോട്ട് ഇനി വേറെ എന്തെങ്കിലും ജോബ് ചെയ്യുമോ, മഴക്കാലത്ത് എന്ത് ചെയ്യും, അങ്ങനത്തെ കുറച്ച് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്. അപ്പോൾ അതിന് ആൻസർ അറിയാം. എനിക്കിതിന് ചിലവായത് എൻ്റെ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സ്റ്റാളിൻ്റെ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1500 രൂപയാണ് ആയത്. പക്ഷേ ആ ഒരു ഫ്രെയിം 1500 രൂപ നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ള സംശയമാണ്. കാരണം അതിൻ്റെ കസിനാണ് ഉണ്ടാക്കി തന്നത്. ചിലർ പറഞ്ഞാൽ സെയിം ഫ്രെയിം ഉണ്ടാക്കാനൊക്കെ നോക്കിയ സമയത്ത് 5000-7000 രൂപയൊക്കെയാണ് പറയുന്നത്. മേ ബി അത്രയൊക്കെ ആവുമായിരിക്കും. എൻ്റെ കസിൻ ആയതുകൊണ്ട് എനിക്ക് 1500 രൂപയ്ക്ക് ചെയ്ത് തന്നതാണ്. പിന്നെ
അതിന് ഫ്രെയിമിന് ചുറ്റും വെക്കുന്ന ഫ്ലെക്സ് ഉണ്ടല്ലോ, അതിനായത് 500 രൂപ. പിന്നെ നമ്മൾ ഐസ് ബോക്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റാൻഡ് പോലെ ആ ഒരു ഫ്ലൈവുഡിൻ്റെ സംഭവം ഉണ്ട്, അതിനായത് 250 270 രൂപയാണ്. ഇതൊക്കെ ഞാൻ സ്ക്രീനിൽ ഇങ്ങനെ റേറ്റ് കൊടുക്കുക, കാൽക്കുലേറ്റ് എനിക്ക് അല്ലാണ്ട് ചെയ്യാനാവില്ല. പിന്നെ എന്തിനാണ് ചിലവായത്? പിന്നെ ഐസ് ബോക്സ് ഞാൻ വാങ്ങിയ സമയത്ത് 2000 സംതിങ് എന്തോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഇതിൻ്റെ അടുക്ക് അത് നല്ല റേറ്റ് കുറഞ്ഞിട്ട് 1800 എത്രയോ കണ്ടിട്ടുണ്ട്. അതിങ്ങനെ റേറ്റ് കൂടിയും കുറഞ്ഞിരിക്കും. ഞാൻ വാങ്ങിയത് 2000 സംതിങ് റുപ്പീസിനാണ്. 50 ലിറ്ററിൻ്റെ ഐസ് ബോക്സാണ് വാങ്ങിയത്. ഇത്രയൊക്കെ തന്നെ. പിന്നെ കുട വാങ്ങിയത് 500 രൂപക്ക്, 599 രൂപക്കാണ്. പക്ഷേ എനിക്ക് പറ്റിയൊരു അബദ്ധം വെച്ചിട്ടുണ്ടെങ്കിൽ കുട സൈസൊക്കെ എനിക്ക് ഓക്കെ ആയി, പക്ഷേ കാലിന് ലെങ്ത്ത് കുറവായി. അപ്പോൾ കാല് താഴെ നിൽക്കില്ല. അപ്പോൾ ഞാൻ വേറൊരു കോല് വെച്ചിട്ട് കൂട്ടി കെട്ടണം. പക്ഷേ ആ കോൽമേൽ ഈ കുടൻ്റെ കാല് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഈ കോല് അതുമ്പോൾ നിൽക്കുകയില്ല, അങ്ങനെ ലൂസായി ഊരിപ്പോയി കൊണ്ടിരിക്കും. പിന്നെ അതിന് സ്റ്റാൻഡ് ഉണ്ടാക്കണമെങ്കിൽ നമ്മളിന് സെപ്പറേറ്റ് പൈസ കൊടുത്തിട്ട് വെൽഡിങ്കാരെടുത്ത് പോയിട്ടൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ തൽക്കാലം അത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകലാണ്. അപ്പോൾ നിങ്ങൾ 599 കുടമാണ് വാങ്ങുന്നതെങ്കിൽ അതിന് ലെങ്ത്ത് ഉണ്ടാവില്ല കാലിന്. പിന്നെ 700 സംതിങ്ങിൻ്റെ ഉണ്ട്, 1000 സംതിങ്ങിൻ്റെ ഉണ്ട്. അതിനനുസരിച്ച് നമ്മളെ കാലിൻ്റെ ലെങ്ത്തും കൂടും, അതുപോലെ ടോട്ടൽ മുകളിലുള്ള സൈസും കൂടും. അപ്പോൾ ഇത്രയും ഞാൻ ജ്യൂസിൻ്റെ ഇതിന് കച്ചവടത്തിന് വേണ്ടി ചിലവാക്കിയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ആ പൈസ ഒക്കെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ കിട്ടിയിരിക്കണം. പിന്നെ എനിക്കൊരു ദിവസം എത്ര രൂപ കിട്ടും എന്നാണ് ചോദിച്ചത്. ഞാൻ ആദ്യം എൻ്റെ ചിലവ് പറയാം. ഞാൻ 200 രൂപക്കാണ് മുന്തിരി വാങ്ങൽ. 200 രൂപക്ക് മുന്തിരി വാങ്ങിയാൽ ഒരു 23 to 25 കുപ്പി ജ്യൂസ് കിട്ടും, 300 ml ബോട്ടിൽ. പഞ്ചസാര വാങ്ങൽ 100 രൂപക്ക് 2 കിലോ പഞ്ചസാര. പിന്നെ ക്യാരറ്റ് വാങ്ങൽ 50 രൂപക്ക്, ചിലപ്പോൾ 2 കിലോന് അല്ലെങ്കിൽ 3 കിലോന് 100 രൂപക്ക് എന്നൊക്കെ പറയാം, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ചില സമയത്ത് വാങ്ങലുണ്ട്. അപ്പോൾ അല്ലാതാണെങ്കിൽ 50 രൂപക്ക് വാങ്ങും, അതിൽ 2 പാക്ക് പാൽ വാങ്ങും. പിന്നെ മാംഗോ വാങ്ങൽ 80 രൂപക്ക്, 1 കിലോ മാങ്ങക്ക് 80 രൂപയാണ്. ചിലപ്പോൾ 80 വാങ്ങും, ചിലപ്പോൾ 100 വാങ്ങും. അതിൽ 1 പാക്ക് പാൽ വാങ്ങും. പിന്നെ പൈനാപ്പിളിൻ്റെ പെങ്ങളാണ് ഉണ്ടാക്കൽ, അവൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് തരലാണ്. അപ്പോൾ ഒരു 10 14 ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് അവൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് ചിലവ് വരല്. പിന്നെ കുപ്പി ബോട്ടിൽസിന് പൈസ വരൽ 1000, ആദ്യം വാങ്ങുന്ന സമയത്ത് 950 രൂപയും വാങ്ങൽ. ഇപ്പോൾ അതിന് റേറ്റ് വരുന്നത് 1060 രൂപയാണ് എനിക്ക്. പക്ഷേ അതിൻ്റെ ഒറിജിനൽ റേറ്റ് വരുന്നത് 1100 സംതിങ് എന്തോ റുപ്പീസാണ്. ഞാൻ അവർക്കൊരു വീഡിയോ പ്രൊമോഷനല്ല, അവരുടെ ഒരു വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടിയോണ്ട് അവരുടെ അടുത്ത് നിന്ന് 1040 1050 രൂപ വാങ്ങലുള്ളൂ. പക്ഷേ അതിൻ്റെ റേറ്റ് വരുന്നത് 1100 സംതിങ് എന്തോ റുപ്പീസാണ്. പക്ഷേ അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ പ്രശ്നമല്ല, കാരണം നമുക്ക് ഈ കുപ്പിൻ്റെ പൈസ, അതുപോലെ നമ്മളൊരു ദിവസം ചിലവാക്കുന്ന ഫ്രൂട്ട്സിൻ്റെ പൈസ ഒക്കെ ആ ദിവസം നമുക്ക് റിട്ടേൺ കിട്ടും. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് എനിക്കൊരു ദിവസം ലാഭം കിട്ടുമെന്ന് പറയുന്നത് 1000 രൂപ. ചില സമയത്ത് ഇപ്പോൾ ഞാനൊരു 50 ജ്യൂസൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്കൊരു 1000 രൂപയൊക്കെ ലാഭം കിട്ടും. ഒരു 60-65 ജ്യൂസ് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു 1200 1300 ലാഭം കിട്ടും. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ ജ്യൂസ് മഴ ആയതുകൊണ്ട് ജ്യൂസ് അധികാരം വാങ്ങുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര കുറവ് ജ്യൂസാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് 500 to 600 ഈ ലെവലിലേ കിട്ടുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ മുന്തിരി മാത്രമാണ് കൊണ്ടുപോയത്, 20 മുന്തിരി മാത്രമാണ് കൊണ്ടുപോയത്. 10 ജ്യൂസിൻ്റെ പെങ്ങളെ ജ്യൂസ് ഉണ്ട് പറഞ്ഞാൽ പൈനാപ്പിൾ, അതും. അപ്പോൾ എനിക്ക് അന്ന് ലാഭം കിട്ടിയത് 300 സംതിങ് എന്തോ റുപ്പീസാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നതിനനുസരിച്ചിട്ടാണ് ലാഭം എന്ന് പറയുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ലാഭം കുറയും, കാരണം ഇപ്പം മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നതുകൊണ്ട് ആർക്കും അങ്ങനെ ദാഹമല്ല. നമ്മൾ ഭയങ്കരമായിട്ട് ദാഹിച്ച് നമ്മളിങ്ങനെ തൊണ്ടൊക്കെ ഭയങ്കര വരണ്ട് നിൽക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും ജ്യൂസൊക്കെ കാണുമ്പോൾ വേഗം പോയിട്ട് വാങ്ങുക. ഇപ്പം അങ്ങനെ മഴ ആയതുകൊണ്ട് ചൂട് കുറഞ്ഞതുകൊണ്ടും ആൾക്കാർ വരുന്നത് ഭയങ്കര കുറവാണ്. പിന്നെ എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഈ ക്യാരറ്റും അതുപോലെ മുന്തിരിയും കുടിക്കാൻ വേണ്ടിയിട്ട്. അവരിപ്പോഴും വരലുണ്ട്, അല്ലാതെ ആൾക്കാർ വരുന്നത് കുറവാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊന്നും പറഞ്ഞില്ല, പറഞ്ഞാൽ പറയും പ്രശ്നേഷ് നീ ഇന്നും നിനക്ക് പ്രശ്നമാണ്, നിനക്ക് എന്നും പ്രശ്നമാണല്ലോ എന്ന് പറയും. അതുകൊണ്ടാണ് പറയാണ്ടുന്നത്. ഇന്നലെയും ജ്യൂസ് ബാക്കിയുണ്ടായി, മെഞ്ഞാന്നും ജ്യൂസ് ബാക്കിയുണ്ടായി, കാരണം ആളുകളിപ്പം വരൽ കുറവാണ്. പിന്നെ എന്നോട് ചോദിച്ചും ഈ മഴക്കാലമായാലും സീസൺ മാറിയാലും എന്ത് ചെയ്യാനാണ് പ്ലാൻ, വേറെ എന്തെങ്കിലും കച്ചവടം ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? പ്ലാൻ ഉണ്ട്. ഒന്നുകിൽ ഞാൻ ഈ സ്ട്രീറ്റ് ഫുഡിൻ്റെ സംഭവം ചെയ്യും, അതായത് ഹോട്ട് ചോക്ലേറ്റ് അല്ലെങ്കിൽ ചൂടുള്ള എന്തെങ്കിലും ഉണ്ടല്ലോ, കോഫി, അതല്ലെങ്കിൽ എന്തെങ്കിലും ലോഡർ ഫ്രൈസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം വിചാരിക്കുന്നുണ്ട്. വർക്കൗട്ട് ആകുമെന്ന് അറിയില്ല. ഒരു ഈവനിങ് ടൈമിൽ പോയിട്ട് നൈറ്റ് ഫുള്ളായിട്ട് നിന്നിട്ട്, നൈറ്റ് ഫുള്ളല്ല അത് തീരുന്ന വരെ നിന്നിട്ട് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഓൺലൈന് എന്തെങ്കിലും സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ട്. എൻ്റെ എല്ലാ വർഷവും കാരക്കലേഹം ഉണ്ടാക്കലുണ്ട്, നമ്മൾ തടിയൊക്കെ ഒന്ന് ബെറ്റർ ആകാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇതെല്ലാ വർഷവും ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഞങ്ങൾ നാട്ടിലുള്ളവരും അതുപോലെ ഫാമിലി ഉള്ളവർക്കൊക്കെയാണ് അത് കൊടുക്കൽ. അപ്പോൾ അത് ഉണ്ടാക്കാൻ പ്ലാനുണ്ട്.
അതുണ്ടാക്കുകയാണെങ്കിൽ ആ സമയത്തൊക്കെ ഞങ്ങൾ പരിചയമുള്ള ആളുകൾക്ക് മാത്രമേ കൊടുക്കൽ. അത് ഓൺലൈൻ കൂടി സെല്ല് ചെയ്യാനൊരു ഐഡിയ ഉണ്ട്. മേ ബി അത് ചെയ്യും. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ മാസം തീരുന്നതിന് മുമ്പ് എനിക്ക് ജ്യൂസിൻ്റെ പൾപ്പ് കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യണം. ഏതൊരു കമൻറ്റ് വന്നെങ്കിലും 50K ആയ സ്പെഷ്യലായിട്ട് കുറച്ച് ജ്യൂസ് അയച്ചു തരുമെന്ന്. ജ്യൂസ് അയച്ചാൽ ഒരിക്കലും പോസിബിൾ അല്ല, കാരണം കേടായി പോകും. നമ്മൾ തണുപ്പിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചില്ലെങ്കിൽ പാലൊക്കെ ഒഴിക്കുന്നതല്ല, പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൾപ്പ് അയച്ചു തരാനാണ്. അപ്പോൾ ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ മുന്തിരി, ഇതിൻ്റെയൊക്കെ പൾപ്പ് വേണമെങ്കിൽ അയച്ചു തരാം. അപ്പോൾ നമ്മൾ സ്റ്റാളിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. അടുത്ത നമ്മളോട് കോമൺ ആയിട്ടുള്ള ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് അറിയുന്നത്, യൂട്യൂബിൽ ഇത്രയും വ്യൂസ് സബ്സ്ക്രൈബറും കയറാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്, അതുപോലെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടോ, അതുപോലെ ഫേസ്ബുക്കിൽ നിന്ന് എത്ര ഇതുവരെ ഏൺ ചെയ്ത്, ഒരു മാസം ഞാൻ മൊത്തത്തിൽ എത്ര ഏൺ ചെയ്യും, ഇതൊക്കെയാണ് ചോദിച്ചത്. ഞാൻ ചിലരിനോട് കമൻറ്റ് ബോക്സിലൊക്കെ ഒരു ദിവസം എത്ര കിട്ടുമെന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ ആൻസർ കൊടുക്കും. അപ്പോൾ ഒരു വട്ടം എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചാൽ, നീ എല്ലാ കാര്യങ്ങളും എന്തിനാണ് ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നത്, ആരെങ്കിലും ഇങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് ഇതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ്, അല്ലെങ്കിൽ ഒരു ദിവസം കച്ചവടം ചെയ്തിട്ട് എത്ര ഏണിങ്സ് കിട്ടുന്നുള്ളതൊക്കെ അങ്ങനെ ഓപ്പണായിട്ട് പറയുന്നത് നീ കണ്ടിട്ടുണ്ടോയെന്ന്. സംഭവം ശരിയാണ്. ചില യൂട്യൂബേഴ്സിനൊക്കെ വീഡിയോ ഉണ്ടാവും, ഫസ്റ്റ് യൂട്യൂബ് ഏണിങ്സ് വന്നു, അല്ലെങ്കിൽ ഒരു മാസം എനിക്ക് എത്ര ഏണിങ്സ് കിട്ടുമെന്ന് തമ്മിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അത് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ വീഡിയോ മൊത്തം ഇരുന്ന് കണ്ട് ലാസ്റ്റ് അവർ പറയും, എനിക്കത് വീഡിയോ പറയാൻ പറ്റില്ല എത്ര ഏണിങ്സ് കിട്ടുന്നത്, കാരണം യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് അത് പറയാൻ പാടില്ല എന്നാണെന്ന് പറഞ്ഞിട്ട് അവരത് പറയില്ല. അവരവരെ യൂട്യൂബ് ജേണി മൊത്തം പറയും, പക്ഷേ ഏണിങ്സ് മാത്രം പറയില്ല. അപ്പോൾ നമുക്കുണ്ട് തെണ്ടി, നമ്മളിത് മൊത്തം കുത്തിന്ന് കണ്ടെന്തിനാ വിചാരിക്കും. അപ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുക എത്രയാണ് ഏണിങ്സ് കിട്ടുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ എങ്ങനെയാണ് ഇത്ര ഇപ്പം വ്യൂസും അല്ലെങ്കിൽ ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ കയറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആൻസർ പറയാം. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷത്തിന് മേലായി ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട്, ഒരു 100 ഫോളോവേഴ്സ് ആക്കി തരുമോയെന്ന് ചോദിച്ചാൽ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് കുറേ ആൾക്കാർ ഫോളോ ചെയ്തിട്ട് എനിക്ക് കുറച്ച് ഒരു 10-200 ഫോളോവേഴ്സൊക്കെ ആയി. അതിന് ശേഷം പിന്നെ ഞാനിങ്ങനെ ഷോർട്സ് എന്തെങ്കിലുമൊക്കെ ഷോർട്സ് ഇടുകയും എല്ലാം 2000, 3000 ആ ലെവലിലും വ്യൂസ് ഉള്ളത്. പിന്നെ ചില വീഡിയോസൊക്കെ ഒരു 30K 50K ഒക്കെ കിട്ടി. അങ്ങനെ ഒരു 3-4 വീഡിയോസൊക്കെ ആ ഒരു വ്യൂസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കച്ചവടം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് 14K എന്തോ സബ്സ്ക്രൈബർ ഉണ്ടായി. ഞാൻ പറഞ്ഞില്ലേ ഒരു 3-4 വീഡിയോസ് വൈറലായിട്ട് അതിനും കൂടി കിട്ടിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി. പിന്നെ കച്ചവടം സ്റ്റാർട്ട് ചെയ്ത് ജ്യൂസ് കച്ചവടം സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ 2-3 മാസമായില്ലേ, മാക്സിമം അതിൽ 3 മാസം ആയിട്ടുണ്ടാവും. ഈ ഒരു 3 മാസം കൊണ്ട് ഈ 14Kന്ന് ഒറ്റയടിക്ക് 52Kയിലേക്ക് എത്തി. അത് ഞാൻ കച്ചവടം ചെയ്തപ്പോഴാണ് എനിക്ക് വ്യൂസ് പിന്നെയുള്ള ഇടുന്ന വീഡിയോക്കൊക്കെ വ്യൂസ് കയറാൻ തുടങ്ങിയത്. അതെന്താണ് വ്യൂസ് കയറാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒന്നും ചെയ്തില്ല. ആദ്യം ഇടുന്ന പോലെ തന്നെ ഷോർട്സ് വീഡിയോസ് ഇട്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ്, ഇപ്പോൾ ഈ കച്ചവടം ഉണ്ടല്ലോ, ജ്യൂസ് കച്ചവടം, അങ്ങനത്തെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനത്തെ കച്ചവടങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും അത് കാണാനും സപ്പോർട്ട് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് തന്നെ കുറേ ആൾക്കാർ കച്ചവടം ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ മെസ്സേജ് അയക്കലുണ്ട്, ബ്രോൻ്റെ വീഡിയോ കണ്ടിട്ടാണ് കച്ചവടം സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവരൊക്കെ എൻ്റെ വീഡിയോസ് ഇരുന്ന് കാണുന്നത്. അപ്പം നമ്മൾ അൽഗോരിതം എന്താവും, ഓക്കെ ഇവൻ്റെ വീഡിയോ കൊള്ളാം, കുറേ ആൾക്കാർ ഇരുന്ന് കാണുന്നുണ്ട്, കുറേ വാച്ചിങ് ടൈം കൂടുന്നുണ്ട് എന്നുള്ള രീതിക്ക് കുറേ ആൾക്കാർക്ക് കൂടുതൽ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യണം. അങ്ങനെ ആക്കിയപ്പോൾ എനിക്ക് കൂടുതൽ വ്യൂസ് വരാൻ തുടങ്ങിയതും അതുപോലെ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങിയത്. ഞാൻ ഇപ്പോൾ പണ്ടത്തെ അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും കണ്ടൻറ്റ് ഇടുന്നെങ്കിൽ ഇപ്പോഴും എനിക്ക് വ്യൂസ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഏണിങ്സ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ടോ ചോദിച്ചാൽ ഒരു തവണ കിട്ടി, കഴിഞ്ഞ മാസം കിട്ടി. അത് 10K സംതിങ് 10,800 എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എന്താണ് എനിക്ക് ഫസ്റ്റ് ഏണിങ്സ് കിട്ടിയത്. പിന്നെ ഫേസ്ബുക്കിൽ എനിക്ക് ഫസ്റ്റ് ടൈം കിട്ടുന്നത് 8,000 സംതിങ് എന്തോ ആണ് ഫസ്റ്റ് ഇതിൽ കിട്ടിയത്. സെക്കൻഡ് മന്ത് കിട്ടിയത് 12,500 സംതിങ്. തേർഡ് മന്ത് നേരെ താഴോട്ട് വന്നിട്ട് 5,000 സംതിങ് ആയി. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഒരു മാസം ഞാൻ ജ്യൂസ് കച്ചവടത്തിന് പോയില്ലല്ലോ, എനിക്ക് കുറച്ച് സർട്ടിഫിക്കറ്റ് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആരൊക്കെ വന്നിട്ട് അത് ക്ലോസ് ചെയ്യിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു മാസം ഞാൻ കച്ചവടം ചെയ്തില്ല. ആ സമയത്ത് ഞാൻ ഇട്ടത് വേറെ ഈ ജ്യൂസുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത വീഡിയോസാണ് ഇട്ടത്. അതുകൊണ്ടായിരിക്കും ഫേസ്ബുക്കിൽ ഇപ്പോൾ എനിക്ക് വ്യൂസൊക്കെ ഭയങ്കര ഡൗൺ ആയി, ആരും കാണാത്ത ലെവലിൽ അത്ര ഭയങ്കരമായിട്ട് കുറഞ്ഞു വ്യൂസ്. അപ്പം എൻ്റെ 12,000 സംതിങ്ങിന്ന് ഏണിങ്സ് താഴോട്ട് പോയിട്ട് 5,000 എത്തി. പിന്നെ ഈ മാസം എനിക്ക് കിട്ടിയത് 2,000 സംതിങ് ആണ് ഫേസ്ബുക്കിൽ നിന്ന്. ഈ 2,000 സംതിങ് ആയത് ഏപ്രിൽ 30 എന്തോ ആയപ്പോഴാണ്, 30 എന്തോ ആയപ്പോഴാണ്. നമ്മളൊരു മാസം 23-22 ആകുമ്പോൾ
നമ്മൾ ഏണിങ്സ് കംപ്ലീറ്റ് ആവണം. അതായത് $25 മിനിമം എടുക്കാൻ പറ്റുക. ആ $25 മിനിമം ആയാൽ മാത്രമേ നമ്മൾ അക്കൗണ്ടിലേക്ക് ആ മാസം ക്രെഡിറ്റ് ആവുള്ളൂ. അപ്പോൾ ഈ മാസം 23 ആയപ്പോൾ $25 പോലും ഞാൻ ക്ലോസ് ചെയ്തില്ലേ. അതുകൊണ്ട് എനിക്ക് ഇനി മാസത്തെ പേയ്മെൻറ്റ് ഇനി അടുത്ത മാസത്തും കൂടി കൂട്ടിയിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഈ മാസം 2000 സംതിങ് എന്തോ റുപ്പീസാണ് ഫേസ്ബുക്ക് കിട്ടിയത്. ഫേസ്ബുക്കിൽ ഇപ്പോൾ വ്യൂസ് ഭയങ്കര കുറവാണ്. ഞാനിപ്പോൾ ജ്യൂസ് കച്ചവടം റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ വ്യൂസ് കുറച്ചുണ്ട്. എന്നാലും പണ്ട് ആ തുടങ്ങിയ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങളെ വ്യൂസൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ ഇപ്പോൾ ഭയങ്കര ഡൗണായി. ഫേസ്ബുക്കിൽ ഇപ്പോൾ വ്യൂസ് ഭയങ്കര കുറവായതുകൊണ്ട് ഏണിങ്സ് കുറവാണ്. ഇനിയിപ്പോൾ അടുത്ത മാസം ഏണിങ്സ് ഉണ്ടാവുമോ എന്ന് തന്നെ അറിയില്ല, കാരണം ഭയങ്കര കുറവാണ്. യൂട്യൂബിൽ ഈ മാസത്തെ പേയ്മെൻറ്റിന് കഴിഞ്ഞ മാസത്തെ പേയ്മെൻറ്റിന് ഈ മാസം ലാസ്റ്റാണ് കിട്ടുക, മെയ് ലാസ്റ്റിനാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാം. കാരണം ഇത് നോക്കാണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ കുറേ ക്വസ്റ്റ്യനൊക്കെ ആൻസർ പറയാൻ വിട്ടുപോയിന്. അതായത് നമ്മൾ ജ്യൂസിൻ്റെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ എൻ്റെ പേഴ്സണൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാൻ വിട്ടുപോയി. ഒരാൾ പറഞ്ഞിട്ടുണ്ട് ബ്രോ ജിം വീഡിയോ ഇടുമെന്ന്. ജിം വീഡിയോ ഞാൻ ഒറ്റക്കാണ് ജിമ്മിൽ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ഒരാളില്ലാത്തതുകൊണ്ട് ജിം വീഡിയോ ഇടൽ പോസിബിൾ അല്ല. പിന്നെ ഈ വീഡിയോ എടുത്ത് തന്നെ തെണ്ടിയുണ്ടല്ലോ, അവനോട് ഞാൻ കഴിഞ്ഞ മാസം മുതൽ കാല പിടിക്കുന്നുണ്ട്, വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു ഏപ്രിൽ പകുതിയാട്ടെന്ന്. ഏപ്രിൽ പകുതിയപ്പോൾ ഞാൻ പറഞ്ഞ് ജിമ്മിൽ വന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മെയ് പകുതിയാട്ടെ. അപ്പോൾ ഈ മെയ് പകുതി ഞാൻ വെയിറ്റ് ചെയ്യുക. ഇനി മെയ്യിൽ അവന് ജൂൺ പകുതി എന്ന് പറഞ്ഞാൽ തലമണ്ടൊക്കെ ഒന്ന് തരും ഞാൻ. കാരണം ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസൊക്കെ എടുത്തു തരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ട്രൈപ്പോഡൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് അതൊന്നും പോസിബിൾ അല്ല. കാരണം ഓൾറെഡി ഞാൻ ഇൻട്രോവേർട്ടാണ്. ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചാണ് ഇൻട്രോവേർട്ടാണോ പറഞ്ഞിട്ട്. അതെ, ഞാൻ ഇൻട്രോവേർട്ടാണ്. അപ്പോൾ അങ്ങനത്തെ എനിക്ക് സോഷ്യൽ ആങ്സൈറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാരുടെ ഇടയിൽ പോയിട്ട് ഞാനിങ്ങനെ ക്യാമറ ഒക്കെ പിടിച്ചിട്ട് അതിനെക്കൊണ്ട് നടക്കൂല. അപ്പോൾ ഒരാൾ എടുത്തു തരാണെങ്കിൽ മാത്രമേ എനിക്ക് ചെയ്യൽ നടക്കുള്ളൂ. അപ്പോൾ ഇൻട്രോവേർട്ടാണോ എന്ന് ചോദിച്ചതിനുള്ള ആൻസർ കൂടി ഇതിൽ പറയാം. ഇൻട്രോവേർട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ്, ഇൻട്രോവേർട്ടാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഞാനൊരു ഇൻട്രോവേർട്ടാന്ന് പറഞ്ഞുള്ളൊരു വീഡിയോ ഇട്ടീം ഈ ജ്യൂസ് കച്ചവടമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്. എൻ്റെ ചില വീഡിയോസ് വൈറലായി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലൊരു വീഡിയോ ആണത്, ആ വീഡിയോ. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ കുറേ കമൻറ്റ് വന്നതാണ്, എന്ത് നീ ഇൻട്രോവേർട്ട് ഒന്നല്ല, ഇൻട്രോവേർട്ടുകൾ ഒരിക്കലും ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങില്ല, അതുപോലെ ഇങ്ങനെ ക്യാമറേൻ്റെ മുമ്പ് ഒന്നും സംസാരിക്കില്ല, അതുപോലെ ഇത്രക്ക് സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നിങ്ങളെ തെറ്റായ ധാരണയാണ്. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഫുള്ള് സംസാരിക്കാതെ ഇങ്ങനെ ഊമകളെ പോലെ നിൽക്കുന്ന പോലെയല്ല ഇൻട്രോവേർട്ട്. അവർക്ക് അവരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ കംഫർട്ടായിട്ടുള്ള സ്പേസിൽ അവർ നല്ലപോലെ സംസാരിക്കും. അവർക്ക് നല്ല ഐക്യമുള്ള ആളുകളാണ്. അവർക്ക് സംസാരിക്കാൻ നല്ലപോലെ അറിയാം. പക്ഷേ എന്താ പറയുക, നമ്മൾ എല്ലാവരുടെ അടുത്തും നമ്മൾ കംഫർട്ട് ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫുള്ള് ക്രൗഡാണ്, ഞാൻ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ട് ഞാൻ സംസാരിക്കില്ല, നമ്മൾ ഷൈ ആയിരിക്കും. പക്ഷേ എൻ്റെ ഫ്രണ്ടാണ് ഇപ്പോൾ എനിക്ക് വീഡിയോ എടുത്തിരുന്നത്, ഓൻ്റെ മുമ്പിൽ ഞാൻ കംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ ഓൻ്റെ അടുത്ത് എനിക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. ഇപ്പം എൻ്റെ ഫോൺ നോക്കി സംസാരിക്കാൻ ഇപ്പോൾ ഒറ്റക്കാണെങ്കിലും ഞാൻ കംഫർട്ടാണ്. അപ്പോൾ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംസാരിക്കാൻ അറിയാത്ത ആളുകളല്ല. അപ്പം ഞാനൊരു ഇൻട്രോവേർട്ടാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്തിയാണ്. നെഗറ്റീവ്സ് വരുന്നതിൻ്റെ അർത്ഥം പേജ് ഗ്രോ ആവുന്നുണ്ട് എന്നാണ്. ഓൾ ദ ബെസ്റ്റ്. അത് ക്വസ്റ്റ്യൻ നോക്കട്ടെ, ഞാൻ അവരെ പോസാക്കിക്കോ. അടുത്ത ജ്യൂസ് ഉണ്ടാക്കാൻ പഠിപ്പിച്ച് തന്നത് ആരാണെന്ന്. ആരും പഠിപ്പിച്ചെന്നല്ല, ജ്യൂസ് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ്. കുറേ ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞുതരും, അതുപോലെ എന്ത് റെസിപ്പിയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജ്യൂസിന് അങ്ങനെ പ്രത്യേകിച്ച് റെസിപ്പിയൊന്നുമില്ല ഗൈസ്. അത് നമ്മളിപ്പോൾ എന്താ നോർമലി ഇപ്പോൾ ഒരു മാംഗോ ഉണ്ടാക്കാൻ എന്താ ചെയ്യുക, നമ്മൾ മാംഗോ ജ്യൂസ് അടിക്കും, അതിലോട്ട് കുറച്ച് പഞ്ചസാര ഒഴിക്കും, കുറച്ച് പാലൊഴിക്കും, വെള്ളം ഒഴിക്കും, മിക്സ് ചെയ്യുക, അടിക്കുക, മധുരം ഉണ്ടോ നോക്കുക, മധുരമില്ല കുറച്ചുകൂടി ആഡ് ചെയ്യുക, ജ്യൂസ് റെഡി. അല്ലാണ്ട് അതിൽ ഞാൻ പ്രത്യേകം ഒന്നും ആഡ് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ എൻ്റെ അടുത്ത് ജ്യൂസ് കുടിച്ചാൽ എല്ലാവരും ജ്യൂസ് അടിപൊളിയാണെന്ന് പറയലുണ്ട്. അത് പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോൾ മാംഗോ ഉണ്ടാക്കുന്ന പോലെ തന്നെ പിന്നെ ക്യാരറ്റ്, ബീട്രൂട്ടൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മളെ ചാനൽ എടുക്കുന്നുണ്ട്. ആ രീതിക്കാണ് ഉണ്ടാക്കൽ. പുഴുങ്ങുക, എന്നിട്ട് പാൽ ഇതൊക്കെ കൂട്ടിയിട്ട് അടിക്കുക, അതന്നെ. പിന്നെ മുന്തിരി ഉണ്ടാക്കുന്ന അങ്ങനെ പറഞ്ഞുതരാം. മുന്തിരി നല്ലപോലെ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് പുഴുങ്ങിയിട്ട് അതിൻ്റെ ചാറ് മാത്രം പിഴിഞ്ഞെടുക്കുക, പഞ്ചസാര ആഡ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ വൈൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ അടുത്ത് കുറിച്ച് കുറേ ആൾക്കാർ പറയും ഇത് വൈന് പോലെ ഉണ്ടല്ലോ, ചിലർ പറയും ഇതിൽ ഹണി ആഡ് ചെയ്യലുണ്ടോ. നമ്മളത് നല്ലപോലെ തിളപ്പിച്ചിട്ട് അതിൻ്റെ ചാറ് മാത്രം എടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. നോർമലി ഇപ്പോൾ നമ്മൾ ജാറിലിട്ടിട്ട് ജ്യൂസ് അടിക്കുന്ന പോലെ അടിച്ചാൽ ചിലപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ അതാണ് മുന്തിരി ജ്യൂസിൻ്റെ ടിപ്സ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ജ്യൂസും നോർമലി ജ്യൂസ് അടിക്കുന്ന പോലെ തന്നെയാണ് അടിക്കൽ, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യലില്ല. അടുത്തൊരാൾ ചോദിച്ചത് യൂട്യൂബ് സാലറി ഒക്കെ കിട്ടി തുടങ്ങിയോ എന്നാണ്. അതൊക്കെ നേരത്തെ ആൻസർ ചെയ്യേണ്ടതായി ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഏജ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് അടുത്ത മാസം നിങ്ങൾക്കറിയാം. അതുപോലെ താടി കൊഴിഞ്ഞ് പോകുന്നത് പോലെ തന്നെ മുടി കൊഴിഞ്ഞ് പോകാറുണ്ടോയെന്ന്. മുടിക്ക് ഇതുവരെ പ്രശ്നമൊന്നും വന്നില്ല. എൻ്റെ മുടി നിങ്ങൾ കണ്ടിട്ട് കൊഴിഞ്ഞ് പോകുന്ന മുടി പോലെ തോന്നിയോ?
എനിക്ക് അത്യാവശ്യം നല്ല ഉള്ളുള്ള നല്ല മുടിയാണ്, അകയിൽ മുടിയേ ഉള്ളൂ. നാലാളെടുത്ത് എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാനുള്ളത്. ഇനി അതോടെ കൊയിന് പോയാൽ എനിക്ക് ഡിപ്രഷനാവും. അതുകൊണ്ട് മുടിയൊന്നും കൊയ്യുന്നില്ല. താടി ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടല്ലോ, ഓൾറെഡി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്, പക്ഷേ കൂടുതലും ഗോൾഡൻ ഹെയർസാണ് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തറിയാത്തത്. പക്ഷേ അടുത്ത് നിന്നൊക്കെ നോക്കിയാൽ കുറേ ഗോൾഡൻ ഹെയർസ് ഉണ്ട്. റെഡി ആവുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതെന്താ അറിയാത്തവർക്ക് ഇത് അലോപേഷ്യയാണ്. മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നൊരു പ്രശ്നം. ചിലർക്ക് ഇവിടെയൊക്കെ കൊഴിഞ്ഞു പോകുന്നവരൊക്കെ ഉണ്ട്. എനിക്ക് ഭാഗ്യത്തിന് അവിടേക്കൊന്നും എത്തിയില്ല. അടുത്ത ബ്രോൻ്റെ ഫുൾ നെയിം ഏതാ, ജില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. ജില്ല വരുന്നത് കാലിക്കറ്റ്. കാലിക്കറ്റ് എന്ന് ഇതിൻ്റെ അടുക്ക് പറഞ്ഞപ്പോൾ കാലിക്കറ്റ് എന്ന് പറഞ്ഞ ജില്ല അല്ല, കോഴിക്കോട് എന്ന് പറയണമെന്ന് പറഞ്ഞ്. കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം. ഓമശ്ശേരി ആർക്കും അറിയാൻ സാധ്യതയല്ല. നിങ്ങൾ താമരശ്ശേരി കേട്ടിട്ടുണ്ടാവും, പപ്പുവിൻ്റെ താമരശ്ശേരി. അതുപോലെ തന്നെ എന്നതിൻ്റെ മൊയ്തിൽ മുക്കം കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ രണ്ടിൻ്റെ അടുക്കുള്ള ചെറിയൊരു ടൗണാണ് ഓമശ്ശേരി എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെയാണ് എൻ്റെ വീട് വരുന്നത്. പിന്നെ ലവർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലവറില്ല, സിംഗിളാണ്. പിന്നെ ബ്രോൻ്റെ ഇതാണോ ഫസ്റ്റ് ജോലിന്ന്. ഫസ്റ്റ് ജോലി ഇതല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. വേറെ ഒരുപാട് ജോലികൾ ചെയ്താണ് ഇതിലോട്ട് എത്തിയത്. പിന്നെ ഫാമിലി ഹിസ്റ്ററിയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് ഹിസ്റ്ററിയാണ് ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. ഫാമിലിയെക്കുറിച്ച് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എഡ്യൂക്കേഷനും പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ ജ്യൂസിലിടാൻ വേണ്ടിയുള്ള ഐസ് എവിടെ നിന്നാണ് കൊണ്ടുവരലെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുക്ക് ഞാൻ ഐസിൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ പെങ്ങളെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരലെന്ന് പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. എത്രത്തോളം നെഗറ്റീവ് കമൻസ് എനിക്ക് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് ആ കമൻസ് നോക്കിയാൽ മനസ്സിലാവും. അവർക്ക് പൈസ കൊടുക്കലുണ്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറഞ്ഞിട്ട്. അതിപ്പോൾ കമൻറ്റ് ഇട്ട ആളുകളുണ്ടോ, അതുപോലെ കമൻറ്റ് വായിച്ച ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഐസിൻ്റെ പെങ്ങളെടുത്ത് നിന്നാണ് വാങ്ങുന്നത്. അതിന് പകരമായിട്ടാണ് അവളെ 10-14 ജ്യൂസ് ഞാൻ വിറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇനി ഐസിന് പൈസ കൊടുക്കലുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ വേണ്ട. ആപ്പിൾ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, വാട്ടർ മെലൺ ജ്യൂസ് ഇതൊക്കെ ഉണ്ടാക്കിക്കൂടെ ചോദിച്ചാണ്. ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയാൽ അത് കുറച്ച് കഴിയുമ്പോൾ കഴിച്ച് പോകും, ടേസ്റ്റ് മാറും, പെട്ടെന്ന് ടേസ്റ്റ് മാറും. ഓറഞ്ച് ജ്യൂസ് കഴിച്ച് പോകും പെട്ടെന്ന്. പിന്നെ വാട്ടർ മെലൺ ഞാൻ കൊണ്ടുപോയതാണ് 1-2 വട്ടം, പക്ഷേ അത് ലാസ്റ്റാണ് ചിലവായത്. ആർക്കും വേണ്ട വാട്ടർ മെലൻ. എല്ലാവരും വാട്ടർ മെലൻ അല്ലാതെ ബാക്കിയുള്ള ജ്യൂസ് മാത്രമേ വാങ്ങുള്ളൂ. ലാസ്റ്റാണ് വാട്ടർ മെലൻ ചിലവായത്. അപ്പോൾ എനിക്ക് മനസ്സിലായി വാട്ടർ മെലൻ അങ്ങനെ ഡിമാൻഡ് ഇല്ലാന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ അതൊന്നും കൊണ്ടുപോകാത്തത്. ബേക്കറി തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ? ബേക്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്വീറ്റ്സ് മാത്രം കിട്ടുന്ന ഷോപ്പല്ലേ. കൂൾ ബാർ എന്ന് വേറല്ല പറയാം. ബേക്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീറ്റ്സ് മാത്രം കിട്ടുന്ന ഷോപ്പല്ലേ. ഓക്കെ, ബേക്കറി മാത്രമാണെങ്കിൽ സാധ്യതയല്ല. പക്ഷേ ഞാനൊരു കോഫി ഷോപ്പ് തുടങ്ങുക. കോഫി ഷോപ്പല്ല, എന്താ ഇനി പറയുക, ജ്യൂസൊക്കെ കൂൾ ബാർ എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു റെസ്റ്റോറൻ്റ് എന്ന് പറയില്ല. ഈ ജ്യൂസസ്, ഡെസേർട്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഫ്യൂച്ചറിൽ ഞാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളൊക്കെ എന്തായാലും വിസിറ്റ് ചെയ്യണം. പിന്നെന്താ, നെഗറ്റീവ് പറയുന്നവരെ ഇനി തൊട്ട് മൈൻഡ് ചെയ്യല്ലേ എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഞാനും നിർത്തി. കാരണം എന്താ, ഞാൻ ആദ്യമൊക്കെ റീസെൻ്റായിട്ട് വരെ ആരെങ്കിലും നെഗറ്റീവ് ഇടുമ്പോഴത്തെ ഞാൻ അതൊരു വീഡിയോ ആക്കിയിട്ട് ഇട്ടേക്കും. പിന്നെ എനിക്ക് തന്നെ പരിചയമുള്ള കുറേ ആൾക്കാർ പറഞ്ഞു അതൊക്കെ എന്തിനാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അതിനാ റിയാക്ട് ചെയ്യുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഭാഗം ശരിയാണെന്ന് എനിക്ക് കാണിക്കണ്ടേ. ചിലപ്പോൾ ആ നെഗറ്റീവ്സ് വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്ന് റിയാക്ട് ചെയ്തില്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് വിചാരിക്കുമല്ലേ. ഇപ്പോൾ റീസെൻ്റായിട്ട് പറയാനാണെങ്കിൽ ഞാൻ ജ്യൂസ് യൂസ് ചെയ്തിട്ടുള്ള ജ്യൂസ് ബോട്ടിൽസ് വീണ്ടും റീയൂസ് ചെയ്യുന്നുണ്ട് ഏതൊരു കമൻറ്റ് വന്ന്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിരിക്കും. അപ്പോൾ അത് ഞാൻ ചെയ്തില്ലെങ്കിൽ കാണുന്നവരെ എന്താ വിചാരിക്കുക, ഓക്കെ അപ്പോൾ അവന് ശരിക്കും അങ്ങനെ ജ്യൂസ് റീയൂസ് ചെയ്യുന്നുണ്ട് ബോട്ടിൽസ് എന്ന് വിചാരിക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം റിയാക്ട് ചെയ്ത് അതിനെക്കുറിച്ച് വീഡിയോ ഇട്ട് പോകുന്നത്. സത്യമാണ്, ഇഗ്നോർ ചെയ്ത് വിട്ടാൽ മതി. എന്തെങ്കിലും നെഗറ്റീവ്സ് പറഞ്ഞോട്ടെ വിചാരിച്ചാൽ മതി. പക്ഷേ അങ്ങനെ പറയുമ്പോൾ നമ്മളെക്കുറിച്ച് അറിയാത്ത ആളുകൾ വിചാരിക്കും അത് ശരിയാണെന്ന്. അതുകൊണ്ടാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ നെഗറ്റീവ്സ് വന്നാലും ഭയങ്കര വൾഗറായിട്ടുള്ള രീതിയിലാണ് കമൻറ്റെങ്കിൽ ഞാനത് ഡിലീറ്റ് ചെയ്യും. അതല്ലെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിടും. ഇനി എല്ലാത്തിനും ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന പരിപാടി ഞാൻ നിർത്തി. പിന്നെ ആരാണ് ഇതിന് മോട്ടിവേഷൻ തന്നത്, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരാ, അതുപോലെ ഏറ്റവും കൂടുതൽ തളർത്തിയത് നെഗറ്റീവ്സ് പറഞ്ഞത് ആരാൻ ചോദിച്ചിട്ടുണ്ട്. ഇതിന് മോട്ടിവേഷൻ തന്നത് സത്യം പറഞ്ഞാൽ ചായ് കപ്പിൾസിന് ക്രെഡിറ്റ്സ് മൊത്തം കൊടുക്കേണ്ടി വരും. കാരണം ഇങ്ങനെ സ്ട്രീറ്റ് വെഞ്ചേഴ്സ് എന്നുള്ളൊരു പരിപാടി, ഒരു ട്രെൻഡ് കൊണ്ടുവന്നത് അവരാണ്. പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ച് ഏജുള്ള ആൾക്കാർ മാത്രമേ ഈ സ്ട്രീറ്റിലൊക്കെ നിന്നിട്ട് എന്തെങ്കിലും സ്റ്റാളൊക്കെ ഇട്ടിട്ട് കച്ചവടം ചെയ്യുള്ളൂ. നമ്മളെ ഏജുള്ള ആളുകൾ ഒന്നും അങ്ങനെ നിന്നിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ നിന്നാൽ തന്നെ ഭയങ്കര ഷെയിമായിട്ട് എല്ലാവരും കാണുള്ളൂ. പക്ഷേ ഇവർ ഈ ട്രെൻഡ് കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും എല്ലാവരും അവർക്ക് എന്താണ് ഒരു ഇഷ്ടം അല്ലെങ്കിൽ അവരെ പാഷൻ അനുസരിച്ചുള്ള കച്ചവടം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജ്വല്ലറീസ് വിൽക്കുന്നുണ്ട്, അതുപോലെ ഡ്രസ്സൊക്കെ നമ്മൾ പണ്ട് ഷോപ്പ് പോകേണ്ടി ഇപ്പോൾ അതിങ്ങനെ സ്റ്റാൾ പോലെ ഇട്ടിട്ട് ഹാങ് ചെയ്തിട്ടിട്ടൊക്കെ കാണലുണ്ട്. അപ്പോൾ ജ്യൂസ് കച്ചവടം. അപ്പോൾ അതിനൊരു മോട്ടിവേഷൻ ആയത് അവരാണ്. പിന്നെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ചെയ്തത് ആരാന്ന് വെച്ചാൽ, അങ്ങനെ സപ്പോർട്ട് എന്ന് പറയാൻ ഫാമിലി വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി അവർക്ക് ഇൻട്രസ്റ്റ് ആയും
അതിനുവേണ്ടി അവർ സപ്പോർട്ട് ചെയ്തു. പിന്നെ തളർത്തിയത് ആരാച്ചാൽ ആരുമില്ല. അങ്ങനെ എൻ്റെ കേസിലിട്ടോ അങ്ങനെ വന്ന് നെഗറ്റീവ് പറഞ്ഞ് നീ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്ത് അങ്ങനെ പറയാൻ എന്നെ കൺട്രോൾ ചെയ്യാൻ അങ്ങനെ ആരും വരലില്ല. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ കുറേ യൂട്യൂബേഴ്സ് പറയുന്നതൊക്കെ അവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് അവരുടെ ഫാമിലിയിൽ നിന്ന് ഒരുപാട് കളിയാക്കൽ കിട്ടി, ഫ്രണ്ട്സുകളുടെ ഇടയിൽ നിന്ന് കളിയാക്കി ഒരുപാട് അങ്ങനെയൊക്കെ പറയുന്ന നമ്മൾ സ്റ്റോറി കേൾക്കല്ലേ. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ പോലും എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി. ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ ആരോടും പറഞ്ഞില്ല അത് വേറെ കാര്യം. പക്ഷേ നമ്മളെ പരിചയമുള്ളവർ ഇങ്ങനെ കസീനൊക്കെ വേറെ ആൾക്കാരോടൊക്കെ പറയുമല്ലോ അവൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റിയും അവൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. കാരണം ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട്, ആരോടും സംസാരിക്കാണ്ട് അങ്ങനെ പോകുന്ന ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് എന്താണ് ഇവൻ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവല്ലോ, ആ ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിക്ക് സപ്പോർട്ടീവ് പോലെയാണ് എല്ലാവരും സംസാരിച്ചത്. ഇനിയിപ്പോൾ ഞാൻ ഇല്ലാത്ത സമയത്ത് എന്നെ കളിയാക്കിയിട്ടുണ്ടോ എന്നുള്ള എനിക്കറിയില്ല. എന്തായാലും ഫേസ് ടു ഫേസ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് സംസാരിച്ച്. ആരും അങ്ങനെ യൂട്യൂബ് തുടങ്ങിയതിന് പേരിൽ എന്നെ കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് പറയുകയോ ഒന്നും ചെയ്തത്. അപ്പോൾ യൂട്യൂബിൻ്റെ കാര്യമായാലും ഈ ജ്യൂസ് കച്ചവടത്തിൻ്റെ കാര്യമായാലും ആരും ഞങ്ങൾ നെഗറ്റീവ്സ് പറഞ്ഞിട്ടില്ല. പിന്നെന്താ, ഈ ജ്യൂസ് കട തന്നെയാണോ പ്രധാന വരുമാനം? കറൻറ്റ്ലി ഇപ്പോൾ ഈ ജ്യൂസ് കട ആണ് പ്രധാന വരുമാനം. ഇനി ഇത് നിന്നാൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലേ, വേറെ എന്തെങ്കിലും ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കച്ചവടം ചെയ്യും. എന്തായാലും 9 to 5 ജോബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി 2 ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞാൽ നമുക്ക് ഈ Q&A അവസാനിപ്പിക്കുക ഗൈസ്. കാരണം ഓൾറെഡി വീഡിയോ ഭയങ്കര ലെങ്ത്തായി, മാത്രമല്ല ഞാൻ ടയേർഡ്, അതിൻ്റെ തൊള്ളയിലെ വെള്ളം പറ്റി സംസാരിച്ച്. അതുകൊണ്ട് 2 ക്വസ്റ്റ്യനോട് ഞാൻ ആൻസർ ചെയ്തിട്ട് നിർത്തുകയാണ്. ഞാൻ ആരെങ്കിലും ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ റിയലി സോറി. മെയിൻലി വന്ന ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ട് ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നിങ്ങളെല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വിഷമം വരില്ല. പിന്നെ കോമൺ ആയി ചോദിച്ചത് എവിടെയാണ് നമ്മൾ ജ്യൂസിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അതെനിക്ക് ഇപ്പോഴും കുറേ കമൻറ്റ്സ് വരുന്നുണ്ട് എവിടെ ലൊക്കേഷൻ. അതുപോലെ പേഴ്സണലി മെസ്സേജ് ചോദിക്കലുണ്ട്. ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിൽ നിങ്ങളിപ്പോൾ മുക്കത്തുനിന്ന് താമരശ്ശേരിക്ക് പോകുന്ന റോഡ് പോവുകയാണെങ്കിൽ മുത്തേരി എന്ന് പറഞ്ഞ സ്ഥലത്തും അവിടെ ഒരു UP LP സ്കൂളുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ കച്ചവടം ചെയ്യുന്നത്. ഇനി നിങ്ങൾ താമരശ്ശേരി ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ താമരശ്ശേരി ടു മുക്കം റോഡ്. അപ്പോൾ മുത്തേരി എന്ന് പറഞ്ഞ സ്ഥലത്താണിത് ബേസിക്കലി നമ്മളെ സ്റ്റാൾ വരുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ FSSI, ഞാനിപ്പോൾ എൻ്റെ ഒറിജിനൽ അഡ്രസ്സിലല്ലേ ഞാനിപ്പോൾ താമസിക്കുന്നത്, അപ്പോൾ അത് ഇഷ്യൂ ആവില്ല, അതെങ്ങനെയാണ് എടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. FSSI എന്ന് പറയുന്നത് നമ്മൾ അഡ്രസ്സ് കൊടുക്കേണ്ടത് നമ്മളെ പേഴ്സണൽ അഡ്രസ്സല്ല, നമ്മൾ ജ്യൂസിൻ്റെ സ്റ്റാൾ എവിടെയാണ് വെക്കുന്നത് ആ അഡ്രസ്സ്, അതുപോലെ ജ്യൂസിൻ്റെ നമ്മളെ സ്റ്റാളിൻ്റെ പേര്, അതൊക്കെ ബ്രാൻഡ് നെയിം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അല്ലാണ്ട് നമ്മളെ അഡ്രസ്സ് വെച്ചിട്ടല്ല കൊടുക്കേണ്ടത്. ഞാൻ ആ അഡ്രസ്സ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ എത്ര ആൾ കാണും, ആരെങ്കിലും കാണുമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടുള്ളവരോട് പറയുള്ളത് താങ്ക് യു. ഇത്രയും ലെങ്ത് ഈ വീഡിയോ നിങ്ങൾ കുത്തിരുന്ന് കണ്ടതിന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പൊതുവെ എൻ്റെ വീഡിയോയിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയലില്ല പക്ഷേ ഇനി മുതൽ പറയണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് 1 lakh അടിക്കണം, എന്നിട്ട് വേണമെങ്കിൽ ആ മറ്റേ സിൽവർ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാൻ. ഇതുപോലെ എവിടെയെങ്കിലും ഇരുന്നിട്ട് അൺബോക്സ് ചെയ്തിട്ട് അത് പിടിച്ചിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ നിങ്ങൾ ലെങ്ത് വീഡിയോസും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഷോർട്സ് വീഡിയോ കാണുന്ന പോലെ തന്നെ ലെങ്ത് വീഡിയോസും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. ബൈ.